എണ്ണി എണ്ണി പറയണം. രാത്രി വൈകുവോളം സംസാരിച്ചിരിക്കണം. സച്ചിൻ്റെ ഇഷ്ടങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതെല്ലാം എന്നാൽ കഴിയും വിധം നടത്തി കൊടുക്കണം. സച്ചേട്ടൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുമോ ആവോ? ഞാനും ഈ ഡയറിയും നാളെ മുതൽ മറ്റൊരു വീട്ടിലാവും. ഈ ഡയറി സച്ചേട്ടനെ കാണിച്ച് എൻ്റെ കുറേ ഭ്രാന്തുകളിൽ ഒന്നാണിതെന്ന് പറയണം. ഈ പൊട്ടിപ്പെണ്ണിൻ്റെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഇതിൽ നിന്ന് വായിച്ച് അർച്ചനയെ കൂടുതൽ മനസ്സിലാക്കട്ടെ. ഇത്രയും വലിയ സമ്പത്തിൽ ജീവിക്കുന്ന ഒരാള് എൻ്റെ ഭർത്താവായി വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല മനസ്സുള്ള, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളായിരിക്കണേ എൻ്റെ സച്ചേട്ടൻ. ഒരപേക്ഷയുണ്ട്. ഈ കല്യാണത്തിൽ നിന്ന് താൻ പിന്മാറണം. തന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയായി കാണാൻ എനിക്ക് കഴിയില്ല. നാളെയാണ് ആ മഹത്തരമായ ദിവസം. ആതിരയുടെ ജീവിതത്തിലേക്ക് സന്ദീപ് അല്ലാതെ മറ്റൊരാൾ കടന്നു വരുന്ന ദിവസം. ഏതോരുത്ത് വന്ന് കണ്ടോന്ന് കരുതി അത് നടക്കണമെന്നില്ലല്ലോ. സ്വാഭാവികമായും ആതിര അവനെ ഇഷ്ടമല്ലെന്ന് പറയും. അർച്ചന അത് മുടക്കുകയും ചെയ്യും. മുടക്കണം. അർച്ചന അത് മുടക്കുന്നിടത്താണ് കഥ മാറാൻ പോകുന്നത്. അനൂപ് വാശിപ്പുറത്ത് കൊണ്ടുവന്ന വിവാഹം, അത് അർച്ചന മുടക്കാൻ തീരുമാനിക്കുന്നു. അതോടെ വൃന്ദാവനം വീട് പുകയാൻ തുടങ്ങും. ഒരിക്കലും അത് ആളിക്കത്താത്ത രീതിയിൽ നമ്മൾ കൂടി പുകയ്ക്കണം. അതിൽ നീറി നീറി ഒടുങ്ങണം എല്ലാണോ. എങ്ങനെയും ആതിരയുടെ വിവാഹം നടത്തണം ചേച്ചി. സന്ദീപിനെ അവളിൽ നിന്ന് സ്വതന്ത്രനാക്കണം. എനിക്ക് നമുക്കെതിരെ നിൽക്കുന്ന എല്ലാത്തിനെയും ഒഴിവാക്കുകയും വേണം. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാ ഞാൻ എന്തിനും കൂടെയുണ്ട്.
അത് സന്ദീപിനെ നേടാൻ മാത്രമല്ല, എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ച് മണ്ഡപത്തിൽ വരെ എത്തിച്ച് എന്റെ വിവാഹം മുടക്കിയതിനും എന്റെ ചേച്ചിയെ തോൽപ്പിച്ചതിനും എല്ലാം ചേർത്ത് ഒരു പാഠം പഠിപ്പിക്കണം എനിക്ക്. അത് വേണം മോളെ. നിന്റെ ഈ വാശി എന്ന് നിന്റെ ഉള്ളിലുണ്ടാവണം. നിന്റെ ചേച്ചിക്ക് സപ്പോർട്ട് മാത്രം നീ തന്നാ മതി. നിനക്ക് വേണ്ടി എന്ത് നേടിയെടുക്കും നിന്റെ ഈ ചേച്ചി. എന്നെ ഇഷ്ടമാണോ അല്ലയോ? എന്നെ ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചു തല്ല്. എനിക്ക് തന്നെ ഇഷ്ടം. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഐ ലവ് യു ആതിരെ. ഐ ലവ് യു സോ മച്ച്. ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടി തന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. തനിക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ പിന്നെയും തന്നെ പിന്നാലെ വരുന്നത് തന്നെ ഞാൻ അത്രയും സ്നേഹിച്ചതുകൊണ്ടാ, വിശ്വസിച്ചതുകൊണ്ടാ. ആതിരേക്കാളും ആതിര എനിക്ക് തന്ന ഓർമ്മകൾക്കാണ് ഭംഗിയെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഞാൻ ആതിരയുടെ ഓർമ്മകളിൽ ജീവിച്ചോളാം. ഇപ്പം പെൻഷനായി. നീ അങ്ങ് കോലം കെട്ട് പോയല്ലോടി. നീ ഇപ്പൊ അങ്ങോട്ടൊന്നും വരാറില്ലേ? ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരും. അല്ല, അജയൻ എന്ത് ചെയ്യുന്നു? ടൗണില് സ്വന്തമായ ഒരു മൊബൈൽ ഷോപ്പുണ്ട്. പിന്നെ അല്ലറ ചില്ലറ പരിപാടികൾ വേറെ. ഓ, ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന്. ധൈര്യമായിട്ട് മോളെ കൊടുക്കാം. ഇവ പൊന്നു പോലെ മോളെ നോക്കിക്കോളും. വളരെ പഴയ വീടാണല്ലേ? അതെ. ഇടിച്ചു പൊളിച്ച് കളയണം. എന്നിട്ടൊരു 2 നില വീടങ്ങ് വെക്കണം. താഴെ നിങ്ങളും മോളി ബംഗാളിക്കും വാടകയ്ക്ക് കൊടുക്കണം. അതാണല്ലോ ഇപ്പൊ നാട്ടു നടപ്പ് അല്ലേ? പേരെന്താ പറഞ്ഞത്? ദയാനന്ദൻ. സ്കൂൾ മാഷായിരുന്നു. ഓ, അല്ല, നിങ്ങൾക്ക് ഈ ഇരിക്കുന്നൊരു മോനും മോളും മാത്രമേ ഉള്ളൂ? അല്ല, ഒരു മോളൂടുണ്ട്. അവളെ വിവാഹം കഴിച്ചു വിട്ടു. ഞങ്ങൾക്ക് 3 മക്കളാ. ഇവൻ അനൂപ്,
രണ്ടാമത്തെ ആള് അർച്ചന. മൂന്നാമത്തെ ആളെ കാണാനാ നിങ്ങൾ വന്നത്. അവളുടെ പേര് ആതിര. ആതിര എന്ത് ചെയ്യുന്നു? അവള് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു. പിന്നെ ജോലിക്കൊന്നും പറഞ്ഞു വിട്ടില്ലേ? അല്ല, പഠിപ്പിപ്പ കഴിഞ്ഞേ ഉള്ളൂ. എന്തെങ്കിലും ജോലിക്കൊക്കെ പറഞ്ഞു വിടണം. ചുമ്മാതിരിക്കുമ്പോഴാ ഈ തോണ്ടലൊക്കെ കൂടുന്നത്. ഇതേല് മൊബൈലില് പെമ്പിള്ളേര് വഴിതെറ്റാൻ വേറെ വല്ലോ വേണം. ഓ, 18 വയസ്സ് കഴിയുമ്പോ ഒരു മൊബൈൽ അങ്ങ് വാങ്ങിക്കൊടുക്കണം. അവരവർക്ക് ആവശ്യമുള്ളവരെ അവരവർ തന്നെ കണ്ടുപിടിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. കാരണവന്മാർക്ക് ജോലി കുറയും. ഇവന് ഞങ്ങൾ പെണ്ണു നോക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു തറവാട്ടിൽ നിന്ന് നല്ലൊരു പെൺകുട്ടി. ഇവള് പറഞ്ഞു കാര്യങ്ങളൊക്കെ. സ്ത്രീധനം ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ടാന്നൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ മോക്ക് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഒന്നുമില്ലാതെ ഒരു പെങ്കൊച്ചിനെ അങ്ങ് ഇറക്കി വിടാൻ പറ്റുമോ? അല്ലേ? എന്നാ ഇനി സംസാരിച്ച് സമയം കളയണ്ട. പെണ്ണിനെ വിളിക്കാം, കണ്ടിട്ടാവാം ബാക്കി സംസാരം. അവന്റെ ഒരു നാണം കണ്ടില്ലേ? മീരേ, അതിലൂടെ വരാൻ പറ. അപ്പൊ ഇതെല്ലാം ശരിയായി വന്നാലേ എപ്പോഴത്തേക്ക് നടത്താൻ കഴിയും? അത് ഞങ്ങളുടെ സൗകര്യം നോക്കി ഞങ്ങൾ അറിയിക്കാം. മതി 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 മതി, അത് മതി. വച്ച് നീട്ടണ്ട എന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്. അല്ല, മാഷിന്റെ പേരെന്താ പറഞ്ഞത്? ദയാനന്ദൻ. അമ്പട വീര, കല്യാണം നിശ്ചയിച്ചതേ ഇല്ല. അതിനു മുമ്പേ വീട്ടിലുള്ളവരുടെ പേര് കണ്ടുപിടിച്ച് ഈ വീട്ടിൽ ഒരാളായി മാറി. അതിരിക്കട്ടെ, നീ കാണാമെന്ന പെണ്ണിന്റെ പേരെന്താ? ആതിര. അമ്പമ്പോ, നോക്കണേ, എന്തോരോർമ്മ, എന്തോരോർമ്മ. കൊച്ച കള്ളൻ. എന്താ എന്താ മീരേ? നിങ്ങളുടെ പുന്നാര അനിയത്തി അവിടെ കുണമാറി ഇരിപ്പുണ്ട്. എന്ത് പറ്റി? എനിക്കറിയില്ല. അവൾ കാര്യം കാണണ്ടെന്ന്. നിങ്ങൾ തന്നെ വന്ന് ചോദിക്കേ. വാ. ആതിരേ, എന്താ നിന്റെ ഭാവം? നീ എന്താ ഒന്നും അറിയാത്ത പോലെ ഇവിടെ തന്നെ ഇരിക്കുന്നത്? എന്നോട് പറഞ്ഞിട്ടല്ലേ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്നോട് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അനൂപേട്ടനോട് എന്താ പറഞ്ഞത്? എന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ, ഞാൻ സമ്മതം പറഞ്ഞിട്ടില്ല. ഡി, പുറത്തുനിന്നുള്ള ആൾക്കാര് അവര് വന്നത് നിന്നെ കാണാനാ, അല്ലാതെ നിന്റെ നാവിന്റെ നീളം എടുക്കാനല്ല. വന്നവരോട് പറഞ്ഞേക്ക് എനിക്ക് അവരെ കാണാൻ താല്പര്യമില്ലാന്ന്. അങ്ങനെ നിന്റെ താല്പര്യത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. മര്യാദയ്ക്ക് വന്ന് അവിടെ നിൽക്കേ. അനൂപേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നേ? എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുന്ന എന്തിനാ? ഇന്നത്തെ ദിവസം ഈ മുറി വിട്ട് ഞാൻ പുറത്തിറങ്ങില്ല. നീ ആദ്യം അവിടം വരെ ഒന്ന് വാ. അവരെയൊക്കെ ഒന്ന് കാണ്, പിന്നെയല്ലേ ബാക്കിയെല്ലാം. എന്തിനാ? ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ എന്തിനാ ഇങ്ങനെ മെനക്കെടുന്നേ? ഏട്ടത്തിന്റെ ബന്ധുക്കളല്ലേ, ഏട്ടത്തി എന്നെ അവരോട് പറയും പെണ്ണിന് വേറെ ബന്ധമുണ്ടെന്ന്. അതിപ്പോഴാ നിങ്ങൾ അറിയുന്നെന്ന് പറ. നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഞാൻ തന്നെ പറയാം. ആതിരേ, ഇത് കുറച്ച് കൂടുതലാ. മര്യാദയ്ക്ക് ഞാൻ ഇത്രയും നേരം നിന്നോട് സംസാരിച്ചത്. കൂടുതൽ അഹങ്കാരം കാണിച്ചാ അവരുടെ മുന്നിൽ കിടന്ന് നീ തല്ലു വാങ്ങിക്കും. നിന്നെ കാണാനാ ഇത്രയും ദൂരത്തുനിന്ന് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. അവരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കെടുത്താനാണ് ഭാവമെങ്കിൽ
ഒന്നുകളെ ഞാൻ. ദേ മര്യാദയ്ക്ക് വേഷം മാറി അങ്ങോട്ട് വാ. വന്ന കെട്ടിന് മുന്നേ നിനക്ക് അവനെ ഒരു നോക്കെങ്കിലും കാണാം. ഇന്ന് നീ കണ്ടാലും ഇല്ലെങ്കിലും ഒത്തുവന്നാൽ ഞങ്ങൾ ഇത് നടത്തും. നീയായിട്ട് വന്നാൽ നിനക്ക് കൊള്ളാം. കുറച്ച് സമയം കൂടെ ഞാൻ നോക്കും. ഇതുപോലെ ഇവിടെ ഇരിക്കാനാ നിന്റെ ഭാവമെങ്കിൽ പിന്നെ നടക്കുന്ന ഇതാവില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഡേ അഹങ്കാരം വെച്ചോണ്ടിരിക്കാതെ വേഗം വല്ലവന്റെ തോളിൽ കയറാൻ നോക്കുവേണ്ടേ. അല്ലാതെ നിന്റെ സന്ദീപിനെ നോക്കിക്കൊണ്ടിരുന്നോ? നീ ഇവിടെ ഇരുന്ന് നിന്റെ മൂക്കിൽ പല്ല് വരത്തേ ഉള്ളൂ. അവളും അവളുടെ ഒരു കുന്തീപും. ഹലോ, ഒരു തീരുമാനം എടുത്തിട്ട് നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് ആ തീരുമാനം മാറ്റാന്നുള്ളത് വിഷമമുള്ള കാര്യം തന്നെയാ. ആ ആതിരാന്ന് പറയുന്നവള് നിന്നെ വേണ്ടാന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഒരു വട്ടം അല്ല, പല വട്ടം. നീ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും അവൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. എല്ലാം ഞാൻ അറിഞ്ഞു. നീ അവിടെ കയറി ചെന്ന് തല്ല് വാങ്ങിയത് വരെ. പ്രേമാവുമ്പോ തല്ലൊക്കെ കിട്ടും, പക്ഷെ അത് ആർക്കു വേണ്ടി വാങ്ങുന്നു എന്നുള്ളതാ പ്രധാന കാര്യം. നിന്നെ വേണ്ടാത്തവളുടെ പുറകെ നീ നടന്നത് ആദ്യത്തെ തെറ്റ്. പിന്നെ നിന്നെ ഈ പൊക്കത്തിലും തൂക്കത്തിലും എത്തിക്കാൻ ഈ ഏട്ടത്തി കുറെ കഷ്ടപ്പെട്ടിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെ ഈ തടിയിൽ തല്ലുകൊള്ളുന്നത് ഏട്ടത്തിക്ക് കുറച്ച് വേദനിക്കുന്ന കാര്യ. പിന്നെ ഇതറിഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നത് നീ അതിനു പകരമായിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുത്തു എന്നറിഞ്ഞപ്പോഴാ. അനഘയെ നീ വിവാഹം കഴിക്കുന്നത് രണ്ടാമത്തെ കാര്യമാ. ആതിരെ വേണ്ടാന്ന് വെക്കുന്നതാണ് ആദ്യത്തെ കാര്യം. ഞാനും അനഘയെ ആവോളം പറഞ്ഞിട്ടും നീ കേൾക്കാത്ത കാര്യം ഇപ്പോഴെങ്കിലും നീ സ്വയം മനസ്സിലാക്കിയതിൽ ഏട്ടത്തിക്ക് സന്തോഷമുണ്ട്. ചിലതിനെല്ലാം അതത് സമയമുണ്ട്. ആ സമയത്തേ അത് നടക്കൂ. ഈ കാര്യം അറിഞ്ഞപ്പോ അനഘ ഭയങ്കര സന്തോഷത്തിലാ. അവളുടെ സന്തോഷത്തിനൊരു നന്ദി കൂടി പറയാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഏട്ടത്തി പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എന്ത് തീരുമാനിച്ചു? ആതിരെ വേണ്ടെന്ന്. നീ ആതിരെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അല്ല, അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആതിരയ്ക്ക് മറ്റൊരു വിവാഹമായി. ഇന്നാ അതിന്റെ പ്രാരംഭ ചടങ്ങായ പെണ്ണുകാണൽ ചടങ്ങ്. അപ്പോ നീയൊന്നും അറിഞ്ഞില്ലല്ലേ?
ബെസ്റ്റ്. അപ്പോ ഇത്രയും നേരം ഞാൻ പൊട്ടന്റെ മുമ്പിലാ ശംഖൂതിയത്. ആ, വൃന്ദാവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഞാനിതറിഞ്ഞിട്ടും ഇത്രയും ബന്ധമുള്ള നീ ഇതറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല എന്നല്ല, നിന്നെ അറിയിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി. എടാ മണ്ട, നിന്നെ ഒഴിവാക്കി അവള് വേറൊരുത്തനെ വിവാഹം കഴിക്കാൻ പോകുന്നു. നീ ഇതൊന്നും അറിയാതെ തേഞ്ഞൊട്ടി ഇവിടെ തന്നെ ഇരുന്നോ. അവിടെ അവളെ വേറെ ആമ്പിള്ളേര് കൊണ്ടുപോകും.